ഹലോ ഗൈസ്, അപ്പം ഇന്ന് രാവിലെ എണീച്ച് അടിച്ചോരി തുടച്ച് മുഖം കഴുകി മോയ്സ്ചറൈസറും പൗഡറും ലിപ്സ്റ്റിക്കും മുടിയും മാറിയിട്ട് ഇതാ പൗഡർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കോളേജിലേക്ക് വേണ്ടിയിട്ട്. ഇതാ നേരമില്ലാത്ത സമയത്ത് പോയിട്ട് ഷാൾ എടുത്തു. ഇതായിരുന്നു ലഞ്ചിന്, ഇതായിരുന്നു രാവിലെ കഴിച്ചത്. പിന്നെ ഹസ്ബൻഡ് ഇതാ ബസ് സ്റ്റോപ്പിലാക്കി തന്നിട്ട് പോയി. പിന്നെ ഞാൻ ബസ് കയറിയിട്ട് പെരിന്തൽമണ്ണ എത്തി. പെരിന്തൽമണ്ണ വീണ്ടും ഒരു ബസ് കയറാണ്ടായിരുന്നു. ഇങ്ങോട്ട് ബസ് കയറിയിട്ട് കോളേജിൻ്റെ അവിടെ എത്തിയിട്ട് ഞാനും ഫ്രണ്ടും പോവുകയാണ്. ഫസ്റ്റ് യൂണിറ്റ് നോട്ട് എഴുതിയിട്ടുണ്ട്. സാറ് പോയി, പിന്നെ വേറൊരു സാറ് വന്നിരുന്നു. ആ സാറും പോയി. ഞങ്ങൾ ക്ലാസ്സിലത്തെ ഒരു കുട്ടീൻ്റെ ലവ് സ്റ്റോറി ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ സാധനം വന്നത്. പിരിക്കാനുള്ളതാണ്. അതിനുശേഷം ഞങ്ങൾ ലാംഗ്വേജിന് പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ജനൽ കൂടെ ഏതോ ഒരു ആക്ടർ വന്നിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നത്. നിങ്ങളുടെ കോളേജിലുണ്ടോ ആരെങ്കിലും വന്നു എന്ന് പറഞ്ഞാൽ പൗഡറും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുന്ന ആൾ എൻ്റെ കോളേജിൽ എന്തായാലും ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ആർട്സിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി. ഞങ്ങളവിടെ സീറ്റൊക്കെ പിടിച്ചിട്ട് വരിയായി നിന്നു കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. നമുക്ക് മനസ്സിലായില്ല ആരാണെന്ന്, ആക്ടറെന്ന്. അതിന് ശേഷം പരിപാടികളൊക്കെ തുടത്തി. എന്തായാലും ഞങ്ങൾ സാർ എന്തായാലും ഏറിപ്പോയിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും പരിപാടികൾ ഓരോന്നായിട്ട് തുടത്തി. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തലൊക്കെ ആയി. പിന്നെ ഈ യൂട്യൂബർ ഉണ്ടായിരുന്നു, ഇയാളുടെ പേരെന്തോ ഞാൻ മറന്നുപോയി. നീലക്കുയിൽ ടീംസൊക്കെ ഉണ്ടായിരുന്നു. ഓല എന്തൊക്കെയോ പറഞ്ഞ് നല്ലോണം ഏറി കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ആർട്സിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഇരുന്നത്. ഇപ്പോൾ വോളിബോൾ ടീംസൊക്കെ ഇത് വരിയായിട്ടുണ്ട്. എന്തായാലും ഫുള്ളായിട്ട് കളി കണ്ടിട്ടില്ല. ക്ലാസ്സിൽ കയറിയിട്ട് പിന്നെ ഞങ്ങൾ ബസ് കയറാൻ പോയി. അങ്ങനെ ബസ് കയറി. അങ്ങനെ വീണ്ടും ഒരു ബസ് കയറാൻ മൂസക്കുട്ടിക്ക് പോയി. ബസ് കയറിയതിന് ശേഷം വീട്ടിൻ്റെ അവിടെ എത്തി. ബസ് ഇറങ്ങിയിട്ട് ഞാൻ ഇടവഴി കൂടെ നടന്നു പോയിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ പൂച്ച ഉറങ്ങിയിരുന്നു. അപ്പോൾ ഇത്രയോളൊക്കെ